കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ, യുവ ഡോക്ടർമാർ, പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ 3 പേർ, ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടിയും. ഇവര് 1 കൊല്ലത്തോളം ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ വെറുതെ പറയണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഈ മെഡിക്കൽ കോളേജിലെ 3 യുവ ഡോക്ടർമാർ ഒരു പഠനം നടത്തുകയാണ്. എന്താ പഠനം എന്നറിയോ? വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാം, ചെറുപ്പക്കാർ ഇഷ്ടം പോലെ മരിച്ചു പോകുന്നു. കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, പെട്ടെന്ന് പോകുന്നു. നമ്മൾ ചിന്തിക്കടാ, ഇപ്പം മരിച്ച 35 വയസ്സുള്ള മോന് 29 വയസ്സുകാരൻ. ഞാൻ മിനിയാന്ന് പത്രത്തിൽ വായിച്ചത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ. അവൾ സ്കൂളിലെത്തിയപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഈ പെൺകുട്ടി കുഴഞ്ഞു വീഴുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്ക് മരിച്ചു എന്ന്. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കല് വയസ്സായ ആൾക്കാരെയാണ് അല്ലേ. 75ഉം 80ഉം 85ഉം വയസ്സുള്ള ആളുകൾ പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത വരുന്നു, ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവർ മരിക്കുന്ന വിവരം കിട്ടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു 8 വയസ്സുകാരി പെണ്ണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. 29ഉം 30ഉം 25ഉം 35 വയസ്സൊക്കെ പ്രായമുള്ള യുവാക്കളായ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ നാടിന്റെ അത്താണിയായ നമ്മുടെ മക്കള് പെട്ടെന്ന് മരിച്ചു. അറ്റാക്ക് വരികയാണ്, സ്ട്രോക്ക് വരികയാണ്, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ യുവാക്കളായ ആളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊരു പഠനം നടത്തി. എങ്ങനെയാ പഠിച്ചതെന്നറിയോ? 1 കൊല്ലം കൊണ്ടാണ് പഠിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ പെട്ടെന്ന് മരിച്ച, കുഴഞ്ഞു വീണ് മരിച്ച, അറ്റാക്ക് വന്ന് മരിച്ച ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് ഇവരൊരു പഠനം നടത്തി. 1 കൊല്ലം ആ പഠനം നടത്തിയിട്ട് ഇവരതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ കഴിഞ്ഞ മാസം. നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താ നിങ്ങൾ? ആ റിപ്പോർട്ട് പറയുന്ന കാര്യം, ചെറുപ്പക്കാർക്കിടയിൽ മരണനിരക്ക് കൂടാൻ കാരണം അവരുടെ ഭക്ഷണ രീതിയാണ് എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ കുഴഞ്ഞു വീണ് മരിച്ച, അറ്റാക്ക് വന്ന് മരിച്ച പല ആളുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പെട്ടെന്നൊരാൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ മരിച്ച നിലയിൽ ഒരാളെ കാണപ്പെട്ടാൽ അയാളെ പോസ്റ്റ്മോർട്ടം കഴിക്കും. കാരണം കുടുംബക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, ഇവൻ ആരോ കൊന്നതാണോ, ഇവൻ വല്ലതും കഴിച്ചതാണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തും. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഡോക്ടർമാർക്ക് മനസ്സിലായത് പല ചെറുക്കന്മാരുടെയും വയറ്റിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജങ്ക് ഫുഡുകൾ, ഈ മന്തി പോലെയുള്ള സാധനങ്ങൾ, ഈ ഷവർമയും ഷവായിയും പോലെയുള്ള സാധനങ്ങൾ, ഇത് രാത്രി 12 മണിക്കും 1 മണിക്കും വയറ് നിറച്ച് തിന്ന് ഇവർ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പം ഹൃദയത്തിന്റെ മിടിപ്പ് കൂടും അത്രയും. ആ ഹൃദയമിടിപ്പ് കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ഇവരുടെ റിപ്പോർട്ട്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ആർഭാടമായി ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യർ. നമ്മുടെ മക്കള്, ചെറുപ്പക്കാരായ മക്കള്, വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന കറി ഈ തലശ്ശേരിക്കാരും മാഹിക്കാരും തലശ്ശേരിക്കാരും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സൂപ്പറാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഈ തലശ്ശേരി കോഴിക്കോടൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറാണ് നിറയുക, മനസ്സിനേക്കാൾ വയറ് നിറച്ചങ്ങൾ വിടുക. അപ്പൊ എല്ലാ സാധനവും ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ തലശ്ശേരി മാഹിയൊക്കെ. നിങ്ങൾ മീൻ പൊരിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ മീൻ പൊരിച്ച ടേസ്റ്റ് അല്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. കണ്ടോ? ഇത്രയും മനോഹരമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ തലശ്ശേരിയിലെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഭക്ഷണം ഒരു കുട്ടിക്കും പറ്റൂല. കുട്ടി പറയുന്ന ഉമ്മന്റെ ഭക്ഷണം നിനക്ക് വേണ്ട, ഞങ്ങൾ പോവാണ്. നിങ്ങൾ നോക്കി എത്ര ഷോപ്പുകളാണ് ഈ മാഹിയും തലശ്ശേരിയും ഒക്കെ ഇപ്പൊ തുറന്നു വെച്ചത്. ഓരോ കടി, വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ചായ് വാല, ഉച്ചക്കത്തെ ചോറുന്നാൻ വേണ്ടി ചോറ് വാല, ഉണ്ടോ, രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി രാവിലത്തെ ചായ് വാല. എന്തൊക്കെ ചായകളാ, എന്തൊക്കെ സാധനങ്ങളാ കൂത്തിക്കലക്കി കുടിക്കാൻ. അതിന്റെ കൂടെ പിന്നെ പതഞ്ഞു പൊങ്ങുന്നതും നുരഞ്ഞു പൊങ്ങുന്നതും ഒക്കെ ആയ സോഡയും ഉപ്പും, ഭയങ്കരമായ അളവിൽ ഉപ്പും സോഡയും നാരങ്ങാനീരും ഒക്കെ കൂട്ടിച്ചേർത്ത് കുലുക്കിയ സോഡ, കുലുക്കാത്ത സോഡ. എങ്ങനെ വരും മരിക്കാതൊക്കെ?